ഇനി മറ്റു ചില പ്രധാന വാർത്തകൾ കൂടിയുണ്ട്. ടോപ്പ് 10 ഫാസ്റ്റ് ന്യൂസിൽ മായ ചേരുകയാണ്. മായയിലേക്ക് നമുക്ക് മറ്റ് പ്രധാന വാർത്തകൾ കൂടി നോക്കാം. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും വരുത്തിയ സമഗ്ര മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. പരീക്ഷാ നടത്തിപ്പ് വിഭാഗത്തിൽ 600 വിദഗ്ധരെ ഒഴിവാക്കി പുതിയ നിയമനം നടത്തി. പരീക്ഷാ സംവിധാനം ശക്തമാക്കിയെന്നും ക്രമക്കേട് നടത്തുക അസാധ്യമെന്നും സർക്കാർ. സാങ്കേതിക മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. സ്കൂൾ ഫ്രീഡം ക്വിസിൽ സവർക്കറുമായി ബന്ധപ്പെട്ട വിവാദ ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകന്റെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തു. കാസർകോട് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ K. ഗുരുപ്രസാദിന്റെ സസ്പെൻഷനാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. സസ്പെൻഷൻ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുപ്രസാദ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് വിജു എബ്രഹാം ഉൾപ്പെട്ട ബെഞ്ചിന്റെ നടപടി. ഓഗസ്റ്റ് 6 നടന്ന സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഫ്രീഡം ക്വിസിലാണ് വിവാദത്തിനാസ്പദമായ സംഭവം നടന്നത്. പാലായിൽ ഇടതു പിന്തുണയിൽ കോൺഗ്രസ് വിമത മായ രാഹുൽ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന റിയ ചീരാങ്കുഴിക്കെതിരെ 6 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മായ തെരഞ്ഞെടുക്കപ്പെട്ടത്. പാലായുടെ പ്രൗഢി വീണ്ടെടുക്കുമെന്ന് പുതിയ ചെയർപേഴ്സൺ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം മാനിക്കുന്നുവെന്നും എന്നാൽ വിമതരുടെയും ഇടതുപക്ഷത്തിന്റേതും രാഷ്ട്രീയ വിജയമല്ലെന്ന് സ്വതന്ത്ര കൂട്ടായ്മ പ്രതികരിച്ചു. മലയാള സർവകലാശാലയ്ക്ക് മുന്നിലെ ദളിത് വിദ്യാർത്ഥിയുടെ സമരത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ സിൻഡിക്കേറ്റ് തീരുമാനം. വിദ്യാർത്ഥിയുടെ പരാതിയിൽ കഴമ്പില്ലെന്ന ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. വിദ്യാർത്ഥിനിയുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ നൽകുമെന്നും സർവകലാശാല. അതേസമയം ഗവേഷക വിദ്യാർത്ഥിനി അനഘയുടെ സമരം തുടരുകയാണ്. കോതമംഗലം MA കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിച്ചു. ഡോക്ടർ ജോർജ് ഐസക്, ഡോക്ടർ ബെന്നി അലക്സാണ്ടർ, പ്രൊഫസർ ACM കോട്ടലിൽ എന്നിവരാണ് സമിതിയിലുള്ളത്. ഇവർ 3 പേരും കോതമംഗലം MA കോളേജ് ഗവേണിംഗ് ബോർഡ് അംഗങ്ങളാണ്. അരുണാചൽ സ്വദേശിയായ മിച്ചി മാർപ്പുവിന്റെ വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകുക, സേ പരീക്ഷകളുടെ ഉയർന്ന ഫീസ് കുറയ്ക്കുക, പരീക്ഷകൾ പുനഃക്രമീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ പുകഴ്ത്തി നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മതേതരത്വം നിലനിർത്താൻ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് സുകുമാരൻ നായരെന്നും സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടിയാണ് അദ്ദേഹം പ്രയത്നിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു മന്ത്രിമാരായ T. സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ എന്നിവർ ചേർന്നാണ് വിളവെടുപ്പ് നടത്തിയത്. കൃഷിവകുപ്പിന്റെ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിൽ നടപ്പാക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടത്തിയത്.